വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ആസ് പെർ റിക്വസ്റ്റ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ 2025 ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച്. എന്താണ് ഹൗസ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ വൊക്കേഷണൽ ട്രെയിനിങ്ങിനെയാണ് ജർമ്മൻ ലാംഗ്വേജ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. എല്ലാ ഫീൽഡിലുള്ളവർക്കും ഹൗസ് ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ IT ഫീൽഡ്, മെഡിക്കൽ ഫീൽഡ്, അതുപോലെ ഇലക്ട്രോണിക് ഫീൽഡ്, അങ്ങനെ എല്ലാ ഫീൽഡിലുള്ളവർക്കും ഹൗസ് ബിൽഡിംഗ് ഉണ്ട്. എന്താണ് ഹൗസ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതൊരു വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് പോലത്തെ സംഭവം നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് ഡിഗ്രി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് വഴിയെ നോക്കാം. ആദ്യം തന്നെ നമ്മൾ റിക്വയർമെന്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. നമ്പർ 1, നാട്ടിലത്തെ +2 പാസ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ജർമ്മനിയിലെ സ്കൂൾ എഡ്യൂക്കേഷൻ 13 കൊല്ലവും നാട്ടിൽ 12 കൊല്ലവുമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇവിടെ ഇപ്പം മെഡിക്കൽ ഫീൽഡും IT ഫീൽഡും കോഴ്സ് ചെയ്യാൻ വരുന്നവർക്ക് ഉറപ്പായിട്ടും ഇവർ 13 കൊല്ലത്തെ സ്കൂൾ എഡ്യൂക്കേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പക്ഷേ ഈ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വരുന്നവർക്ക് 13 കൊല്ലത്തെ സ്കൂൾ എഡ്യൂക്കേഷൻ ആവശ്യമില്ല, 12 കൊല്ലം മാത്രം മതി. എന്ന് വെച്ചാൽ നാട്ടിലത്തെ +2 പാസ്സായിരിക്കണം. എക്സ്ട്രാ 1 കൊല്ലം അവർ ചെക്ക് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല. നമ്പർ 2, ബാച്ചിലേഴ്സ് അഥവാ മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്കും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാം. നമ്പർ 3, ഏത് സബ്ജക്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ കോഴ്സിന്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നാട്ടിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് മെഡിക്കൽ ഫീൽഡ് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മെഡിക്കൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യുക. അത് കഴിഞ്ഞ് ജോലിക്ക് അപ്ലൈ ചെയ്യുക ഇവിടെ വന്നിട്ട്. അതേപോലെ തന്നെ തിരിച്ചും മെഡിക്കൽ ഫീൽഡ് ചെയ്തവർക്ക് IT ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ITയുടെ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുക ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഏത് സബ്ജക്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാം വാലിഡ് ആണ് ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിക്കുക. നമ്പർ 4, ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിയോ. അപ്പൊ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, നിയോയിലാണ് പഠിച്ചത്, അപ്പൊ നമുക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ളത്. കാരണം ജർമ്മനിയില് സ്കൂൾ എഡ്യൂക്കേഷൻ 13 കൊല്ലം നിയോയിലാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം ഫർദർ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ നിയോയിൽ പഠിച്ചത് ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് ഫർദർ ഡിഗ്രി ചെയ്യാൻ പറ്റത്തില്ല ജർമ്മനിയിൽ. അതുകൊണ്ടാണ് എല്ലാവരും എന്നോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്, നിയോയിൽ ചെയ്യുന്നത് അക്സെപ്റ്റബിൾ ആണോ എന്ന്. പക്ഷേ ഹൗസ് ബിൽഡിംഗ് കോഴ്സിന് നിയോ വഴി ചെയ്യുന്നത് അക്സെപ്റ്റബിൾ ആണ്. അവര് അത് വാലിഡ് ആയിട്ട് എടുക്കത്തുള്ളൂ, വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. നമ്പർ 5, ജർമ്മൻ ലാംഗ്വേജിൽ B1 or B2 സർട്ടിഫിക്കറ്റ് പാസ് ആയത് ഉറപ്പായിട്ടും വേണം. നമ്പർ 6, ഏജ് ലിമിറ്റ് മാക്സിമം 35 ആയിരിക്കണം. ഇനി നമുക്ക് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഒരു CV വേണം, മോട്ടിവേഷൻ ലെറ്റർ വേണം, അതേപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് B1 അല്ലെങ്കിൽ B2 പാസ് ആയ സർട്ടിഫിക്കറ്റ്സ് വേണം. അപ്പൊ ഇതെല്ലാം, ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ജർമ്മൻ ലാംഗ്വേജിൽ കൺവേർട്ടും ചെയ്യണം. അത് മസ്റ്റ് ആണ്. നമ്മൾ കൺവേർട്ട് ചെയ്താണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നമുക്കിനി ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ടോട്ടലി 327 കോഴ്സസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എഞ്ചിനീയറിംഗ് തന്നെ കുറെ സബ് ഡിവിഷൻസ് ഉണ്ടല്ലോ. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാ സബ് ഡിവിഷൻസും ചേർത്ത് ടോട്ടലി 327 കോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ 4 ആഴ്ച നമുക്ക് ലീവ് എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്ന മറ്റെല്ലാ കോഴ്സിനും നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ പർട്ടിക്കുലർ എമൗണ്ട് കാണിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു എമൗണ്ടും ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതായിട്ടില്ല. പിന്നെ മിനിമം സാലറി 1000 to 2000 യൂറോയ്ക്ക് ഇടയ്ക്കായിരിക്കും കിട്ടുന്നത്. അങ്ങനെയുള്ള ജോബ് കോൺട്രാക്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ആഫ്റ്റർ ഹൗസ് ബിൽഡിംഗ്. അതുപോലെ തന്നെ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മുതൽ 3.5 കൊല്ലം വരെയാണ്. ഹെൽത്ത് കെയർ, IT എന്ന ഫീൽഡിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹൗസ് ബിൽഡിംഗിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് B1 അഥവാ B2 പാസ്സായ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് വേണം. കാരണം ഇവിടെ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ജർമ്മൻ ലാംഗ്വേജിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിനൊരു ടൈം ഡ്യൂറേഷൻ ഇല്ല. എപ്പോൾ വേണോ ഈ കോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഇതിലൊരു സ്പെസിഫിക് ടൈം ഇല്ല, നമുക്ക് ഈ ടൈമിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, ഈ ടൈമിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഒരു ടൈമിംഗ് ഇല്ല. എപ്പോൾ വേണം നമുക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആവുമെന്നും വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ.